ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 12 മോഡ്യൂളിൻ്റെ മോഡുലാർ ടൈപ്പ് ബോക്സ്. അത് ഗോൾഡ് മെഡലിൻ്റെ ബോക്സ് തന്നെയാണ്. അതിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻസും കാര്യങ്ങളും, ഇൻവെർട്ടർ കണക്ഷനും മാസ്റ്റർ കണക്ഷനും ഫാനിൻ്റെ കണക്ഷനുകളും എങ്ങനെയാണെന്ന്, പ്ലഗിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്ന 12 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 12 സ്വിച്ച് നമുക്ക് ഇടാൻ പറ്റും. അതൊരു റെഗുലേറ്റർ വലിയ ടൈപ്പ് ആയതുകൊണ്ട് അത് 2 മോഡ്യൂളായിട്ട് കണക്ട് ചെയ്യും. പിന്നെ പ്ലഗ് വരുന്നത് 2 മോഡ്യൂളായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 12 മോഡ്യൂൾ, അതായത് ഒരു സ്വിച്ചിന് ഒരു മോഡ്യൂൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുക, അറിയാൻ പറ്റും ഏകദേശം മാസ്റ്റർ സ്വിച്ചിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. 3 പോളുകൾ ബാക്കിലുണ്ടാവും. നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 3 മാസ്റ്റർ സ്വിച്ചുകൾ ആണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-way സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മാസ്റ്റർ കൺട്രോളിങ്ങിൽ വരുന്ന സ്വിച്ചുകളാണ് വരുന്നത്. അതിൻ്റെ ഇൻവെർട്ടർ കണക്ഷനാണ് ഈ കാണുന്നത്. ഇൻവെർട്ടർ കണക്ഷൻ മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഇതിലൂടെ വന്ന് പിന്നെ റെഗുലേറ്ററിനും നമ്മൾ ഇൻവെർട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞറാണ് ഇവിടെ മാസ്റ്ററായിട്ട് നമ്മൾ വലിച്ചിരിക്കുന്നത്. അത് മാസ്റ്ററിൻ്റെ മുകളിലേക്ക് 2-way സ്വിച്ചിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. 2-way സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് പിന്നെ മാസ്റ്റർ കണക്ഷൻ വരുന്നത് ആ സ്വിച്ചിൻ്റെ താഴെയാണ് വരുന്നത്. അതായത് പുതിയ മോഡൽ സ്വിച്ചിൻ്റെ എല്ലാ മാസ്റ്റർ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് താഴെയാണ്, അതായത് ഏറ്റവും താഴെയാണ് കൊടുക്കേണ്ടത്. അതായത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലേക്ക് മാസ്റ്റർ കണക്ഷൻ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് ഫാനിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഫാനിൻ്റെ റെഗുലേറ്റർ അതിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം ആ റെഗുലേറ്ററിൻ്റെ മറ്റേ വയർ ഫാനിലേക്ക് കൊടുത്തിരിക്കുന്ന ലീഡാണ് ആ കാണിക്കുന്നത്. ഫാനിലേക്ക് അതായത് കൊടുത്തിരിക്കുന്ന ലീഡാണ് ആ കാണിക്കുന്നത്. പിന്നെ വരുന്നത് മെയിൻ ഫേസ് ആണ്, സാധാ ഫേസ് നിങ്ങൾക്ക് വരുന്നു. അത് നേരെ വൺ വേ പ്ലഗിൽ കൊടുത്തു. അതിനുശേഷം ഈ 2 സ്വിച്ചുകളിൽ കൂടി കൊടുത്തു. അത് സ്വിച്ചിൻ്റെ പ്ലഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചുവപ്പ് വയറാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഫേസ് ഉണ്ട്. ആ ഫേസ് അതിലേക്ക് വന്നു, ആ സ്വിച്ചിലേക്കും വന്നു, ഈ സ്വിച്ചിലേക്കും വന്നു. അപ്പം സാധാ ഫേസ് കൊടുത്തിരിക്കുന്നത് 1-way സ്വിച്ചുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് താഴെ കൊടുത്ത് മുകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ എവിടേക്കാണോ ലീഡുകൾ വേണ്ടത് ആ ലീഡുകളിലേക്ക് കൊടുത്തു. പിന്നെ പ്ലഗിലേക്ക് വരുന്ന കണക്ഷൻ നേരെ അതിൽ നിന്നും പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് കൊടുക്കണം. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. അതായത് പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് കൊടുക്കേണ്ടത്. ആ ലീഡ് ഓൾറെഡി ഇത് ലൈറ്റിൻ്റെ ലീഡ് സാധാ ഫേസിൽ കൊടുത്തിരിക്കുന്ന ലീഡ് കൺട്രോൾ ചെയ്ത് അതിൽ പോകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഒരു സ്വിച്ചിൻ്റെ 2-way സ്വിച്ചിൻ്റെ മാസ്റ്റർ കൺട്രോളിങ്ങിൽ വരുന്ന ലൈറ്റുകളെല്ലാം തന്നെ ആ സ്വിച്ചിൻ്റെ താഴെ കൊടുക്കണം. ഇൻവെർട്ടറിൽ വരുന്ന സാധാ ഫേസ് വരുന്ന സ്വിച്ചുകളെല്ലാം തന്നെ അതിൻ്റെ മാസ്റ്റർ സ്വിച്ചിൽ വരുന്നത്, അതായത് 2-way സ്വിച്ചിൽ വരുന്നത് ഇൻവെർട്ടർ കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.